ഡിസ്കോട്ട് റോൾസ് പെയിന്റിംഗ് ഉള്ളത് നോക്കാം. എന്റെ അമ്മോ, എനിക്ക് വിഷയല്ലേ എന്താടാ ലൈവ് ക്ലോസ് ചെയ്ത് വിഷയല്ലേ കേട്ടില്ല. വീഡിയോ വീഡിയോ വിഷയം നീ ഇങ്ങനെ നടന്നോ? കഴിവുണ്ടായിട്ട് നീ ഒരു കുന്തവും ചെയ്യാതെ. ഗൈസ്, സാംസങ്ങിന്റെ ചന്തയിൽ കൂടെ വെള്ളം ഒഴിച്ചാൽ ഹെഡ്ഫോണിന്റെ ജാക്കിൽ കൂടെ വരൂല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് നീ ഇരുന്നോ ഇങ്ങനെ. പണ്ട് ഞാൻ KGF3 എഡിറ്റ് ചെയ്യാൻ പോണ പയ്യെന്ന് പറഞ്ഞവനാ. നീ എന്ന് സാംസങ്ങിന്റെ ആഡ് കമ്മിറ്റ് ചെയ്തോ അന്ന് പോയി നീ. പക്ഷെ എന്റെ ഉള്ളിൽ ആ ഒരു ഓറ ഉണ്ടെന്ന് അണ്ണൻ അറിയാലോ. ഉള്ളിൽ ഓറയല്ല, ഒറയാണുള്ളത് നിന്റെ ഉള്ളിൽ. നീ നമ്മുടെ സാധനം എന്തായി? നമ്മുടെ സാധനം അണ്ണന്റെ POV ആക്കി അണ്ണ അയച്ചില്ലല്ലോ. എടാ, ചാവുന്ന POV എന്തിനാണ് എന്റെ ചോദ്യം. വേണം ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് എനിക്കിട്ട, അതൊരു സംശയം വേണ്ട. അപ്പൊ അത് എനിക്കിട്ട് എന്തോ വലുത് വരാനുണ്ട്. ചാവുന്ന സാധനം ഉണ്ട്. ചാവുന്ന POV ഞാൻ അയച്ചുതരാടാ, ഞാൻ അയച്ചുതരാം. ഓറയല്ല, പൂ. ഞാൻ ഈ ഇടയായിട്ട് അണ്ണനെ സ്നേഹിക്കുന്നില്ല അണ്ണ. അതിന് ഞാൻ നിനക്ക് ധനം തരുന്നുണ്ടല്ലോ സുനിമോൻ. അപ്പൊ സ്നേഹിച്ചല്ലേ പറ്റൂ അണ്ണ. അയ്യോ, അണ്ണാ, ഞാനൊരു കാർഡ്ബോർഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നെക്സ്റ്റ് എന്തുണ്ടാക്കണമെന്ന് സജസ്റ്റ് ചെയ്യുമോ അണ്ണാ? ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുമോ? കൊള്ളാലേ, ഭയങ്കര പെർഫെക്ഷൻ ആണോ? കിടിലം പെർഫെക്ഷൻ. നോക്ക്, ഒറിജിനൽ പോലെ ഇരിക്കണ M4 നോക്ക്. കിടിലം ബ്രോ. അടുത്ത എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നോക്കടാ, ഭയങ്കര കിടിലം. മാറ്റ് ഫിനിഷും ആ ഗണ്ണ് കാണാൻ ഭയങ്കര രസം. നോക്ക് എന്റെ ആളിയ. M4 കാർബൈൻ. എടാ, അടുത്തതേ ഗ്രോസ ഉണ്ടാക്കും. ഗ്രോസ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൈമിന്റെ കട്ടിങ് ഭയങ്കര രസമാണ് കാണാൻ. പ്രൈം വാൻഡൽ, വാലറന്റിലെ പ്രൈം വാൻഡൽ ഉണ്ടാക്കണം. പ്രൈം സ്കിന്ന് കാണാൻ ഭയങ്കര രസമാണ്. പ്രൈം വാൻഡൽ ഉണ്ടാക്കണം. അണ്ണാ, സൗണ്ട് പോയോ? എന്ത് സൗണ്ട്? എന്തോ സൗണ്ട്. പ്രൈം ചെയ്താൽ സെറ്റ്. അതാ പ്രൈം വാൻഡൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. RDR ഉണ്ട്. DBS. പറഞ്ഞോളെ. ആർട്ടിസ്റ്റ് പ്രണവ് ഇത് ചെയ്യാതിരുന്നതാണ്. ഞാൻ ഇനി ഉണ്ടല്ലോ ഈ വര വീഡിയോ ഇതിനകത്തുനിന്ന് കുറച്ച് ഇതൊക്കെ എങ്ങനെ മാറ്റൂടാ? എന്തൊക്കെ കഴിവല്ലേ പിള്ളേർക്ക്. രഘുല, നിനക്ക് വരയ്ക്കറിയോ? അല്ലെ, പണ്ട് ഇപ്പൊ ഇല്ല. പണ്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയില്ലേ? പണ്ട് നീ ഭയങ്കര ഊത്തുവിദ്വാൻ. പണ്ട് ഞാൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും. എല്ലാ കോമ്പറ്റീഷനിലും പോകും. അതെ, ഡ്രോയിങ്ങിന്റെ അല്ലേ? നീ വരച്ച എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ എന്റെ അടുത്ത് ബുക്ക് ഉണ്ടോ നോക്കട്ടെ. ബുക്ക്, തുണ്ട് ബുക്കോ? ഇല്ല. Crashing a VR wedding. Congratulations, right, guys? Yeah. We're very happy for you. Yeah. Way to, it was us four. We were single, and then this guy went and got married. I mean, what the? വധൂരിയൊക്കെ എടുത്തിട്ട് അറിയണത്. അളിയ, അവിടുത്തെ പെണ്ണ കൊണ്ട് ഓടുന്ന അളിയ, അവിടുത്തെ തൂക്കിയോണ്ട് ഓടുന്നു. കൈപ്പിടിച്ച് ഓടണോ? എന്റെ കൂടെ വാടി. ഇത് ഏത് കളിയടാ ഇത്? ഇത് കളിച്ചാലോ? ഇത് ഏത് ഗെയിമാടാ ഇത്? ഈ ഗെയിമിന്റെ ഇൻഫോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. നമുക്കിത് കളിക്കാം.
കല്യാണം മുടക്കണം ഇയ്യ. അണ്ണാ ഇത് കാണണേ. 360p ആണ്, ബട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊളി വീഡിയോ ആണ്. താങ്ക്സ് ടു അൽതാഫ് കരീം, എൽദോസ് രാജു, അശ്വിൻ കെ രാജു. உங்களோட தலையை கவனிச்சிடறா. யாரோட பேசணும் மட்டும் சொல்லுங்கண்ணா. யாராண்ட பேசணுமா? ஆமாண்ணா. உங்களுக்கு நேரம் சரியில்லைன்னா சின்னவன் மாணிக்கவேல் ராயன்ட்ட பேசணும். ഇന്ന് മൊത്തം ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ. உங்களுக்கு நேரம் ரொம்ப சரியில்லைன்னா அவங்க அண்ணன் முத்துவேல் ராயன்ட்ட பேசணும். பிறந்த நேரமே சரியில்லைன்னா அவங்க அண்ணன் காத்தவரான்ட்ட பேசணும். முத்துவேல் வர நேரம் ஆயிடுச்சு. அவன் அண்ணா மூக்குல எப்படி வருவாங்கலாம் தெரியாது. ஒரு புது குரூப் தான் துறைய முடிச்சிருக்கானுங்க. അവർക്ക് യാതൊന്നും தெரிஞ்சுக்கணும். ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റൂൾ ചെയ്യുന്ന രണ്ടുപേരായിരിക്കും? എനിക്ക് ഒരെണ്ണം തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജാണ്. ലൈക്ക് ആ ഒരു ഏജിൽ ഒരാൾ ആരായിരിക്കും? ഒരാൾ ആരായിരിക്കും? ഓ ഫഹ ഇവിടെ നിറഞ്ഞല്ലേ. ഏറ്റവും കൂടുതൽ ഫഹത്തിനാട്ടോ, ഫഹത്തിനാണ് ഏറ്റവും കൂടുതൽ. ടോവിനോ ഉണ്ട്, ഫഹത്ത് ഉണ്ട്. അങ്ങനെ പറയാനാണ് കുറെ പേരുണ്ടാവും. ഹലിൻ ജോസ് പെരേര பெரிய டொபாக்கோ ஃபேக்டரி அதை மொத்தமா கட்டி ஆண்டவன் அவன் தம்பி கிரவுண்ட்ல இறங்கி வேலை செய்யறதுக்கு ஒருத்தவன் എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കിടില് ഓടാണ്. ആന്റണിയോட പയ്യൻ പണത്തടി ഫോറസ്റ്റ് റേഞ്ചർ രഘുചന്ദ്രൻ. എത്ര കാശ് കിട്ടിയാലും ആർത്തി തീർന്നതേ ഉള്ളൂ. ചതിയൻ. അവൻ കാരണം എന്റെ 4 കോടിയുടെ മുതല് ഉൾക്കാട്ടിൽ കിടക്കും. എന്താ സാധനം? ചന്ദനം. പോലീസ് കൊണ്ട് വരുന്നതാ. അവനെ വെറുതെ വിട്ടേക്ക്. സാറിന് വേണ്ട തന്നെയല്ലേ? എത്ര പേരകത്ത് കിടന്നാലും എന്റെ ഏട്ടൻ ഒരുത്തൻ പുറത്തുണ്ട് സാറേ. കൂട്ടത്തിൽ എവിടെയോ ഇത് ചതി മണക്കുന്നു. അവൻ വീണ്ടും വരും. എന്റെ കുഴിമാടത്തിൽ അവസാനത്തെ മണ്ണ് വാരിയിടാൻ ഇതിനു മുമ്പ് തീർക്കണം. പക്ഷെ നീ ഇതെന്ന് സ്നേഹിക്കുമ്പോൾ പിന്നിൽ ചതിയുടെ കെണിയുണ്ടാവും. ശത്രു അത് പുലിയായാലും മനുഷ്യനായാലും അതിന്റെ മടയിൽ പോയി കൊല്ലണം. എടാ ഞാൻ നിങ്ങളോട് ഒരു ചോദിച്ചോട്ടെ, പുലിമുരികളിലെ ഫൈറ്റ് ഉണ്ടല്ലോ, കുറെ പേര് മോഹൻലാലിനെ മറ്റേ ട്രോൾ ചെയ്ത് കളിയാക്കുന്ന കാണാം. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സത്യം പറയാതിരിക്കാൻ വയ്യ. തിയേറ്ററിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴത്തെ ആൾക്കാരാണോ അത് ട്രോൾ ചെയ്യണത്. അത് വേറെ ലെവലായിരുന്നു അതൊന്ന് കണ്ടപ്പോ. അല്ലേ സത്യം പറ അല്ലേ? അത് എനിക്ക് ഭയങ്കര കിടിലോട്ട് ഇഷ്ടപ്പെട്ട ഫൈറ്റ് ആണത്. എന്റെ അമ്മോ, അത് പക്ഷെ ഇപ്പൊ എല്ലാരും ട്രോൾ ചെയ്യുന്നത് കാണാം. ഇപ്പോഴത്തെ എല്ലാവരും എടുത്ത് കുറെ ട്രോളേഴ്സ്. അതിനാണെങ്കിൽ ഇഷ്ടം പോലെ ലൈക്കും ഉണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ മടയിൽ പോയി കൊല്ലണം.
നൈസ് വൺ കൊള്ളാം ബ്രോ കൊള്ളാം. എനിക്ക് സത്യം പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ, സത്യം പറയാലോ. 2020 പോലെ ഒരു പടം, അതായത് നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഏജിലായിട്ടുള്ള നടന്മാർക്കൊക്കെ വയ്യാഴിയൊക്കെ ആവുന്നതിനൊക്കെ മുമ്പ് 2020 പോലെ എല്ലാവരും ഉള്ള ഒരു ഫിലിം വരണം അല്ലേ? എല്ലാവരും വേണം. അതായത് നമ്മുടെ നായികമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പടം ഒന്ന് വരണം. എൻ്റെ അമ്മോ, അതൊക്കെ തിയേറ്ററിൽ പോയി കാണണം. ബ്രോ ലെറ്റ്സ് ഡ്രോ ഹിസ് ഐസ്. ഇവ ആരടാ ഇവിടെ? എന്താ എടാ ഗയ്സ്, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതും നിങ്ങളിത് ഈ ഫോട്ടോ ഇത് കണ്ടല്ലോ, ഇനി ഇത് കണ്ടു നോക്ക്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാന്നല്ല പറയുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയാക്കിയാൽ മതി എല്ലാരും വരുമെന്ന്. സിദ്ദിഖ് നായകനാ? എന്താ ബ്രോ അളിയാ ഈകളെ മറ്റേ റിയൽ ഫോട്ടോയിൽ അത് കണ്ട കണ്ണിൽ വരുന്ന ഇത് ഗ്ലെയർ അവൻ അതേപോലെ കൊണ്ടുവന്നടാ. എന്റെ അമ്മോ. എന്നാൽ രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്യും. ഹേമ കമ്മിറ്റി, സിദ്ദിഖ് ഇന്നാൻഡസ്, എ ഫിലിം ബൈ രഞ്ജിത്ത്. എപ്പിക് സാധനമായിരിക്കും അല്ലേ? സത്യം. അയ്യോ, ഞാൻ കുറച്ച് ഈ വരപ്പ് വീഡിയോസ് കുറച്ച് സ്കിപ്പ് ചെയ്യലാണ് കേട്ടോ. കുറെ അത് മാത്രമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ്. ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് നമുക്ക് ഇത് കണ്ടിട്ട് അപ്പൊ എനിക്കിതിന്റെ അന്തി എന്താണെന്ന് ഊഹിക്കാന്നേ ഉള്ളൂ. The God Life. കണ്ടോ, നിങ്ങൾ തന്നെ ഒരു സെക്കൻഡ് കാണുന്നത്. പെൻസിൽ വെച്ച് വരച്ചതാ. ഈ ആർട്ടിസ്റ്റ് ആകില്ല ഇവനെ ഞാൻ എന്ത് ചെയ്യണം? ഇവനോട് എനിക്ക് ഭയങ്കര അസൂയാണ് ഇവനെ എടുത്ത്. എന്തിനറിയാ? വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്ക്. ഓ അങ്ങനെ മനസ്സിലായി. കിഡ്നി വരച്ച സാധനമായി പോകും. അതുപോലെയാണ് ഞാനൊക്കെ വരക്കണം. എനിക്കൊരു സർക്കിൾ ഉണ്ടല്ലോ, വട്ടത്തിൽ ഇങ്ങനെ വരച്ച് കറക്റ്റ് അത് തിരിച്ചു വന്ന് മുട്ടിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വരയ്ക്കുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അസൂയാണ്. കിഡ്നി വരച്ച സാധനമായി സംശയം വേണ്ട, സംശയമില്ല. നോ ഗേൾ ഫ്രണ്ട്, നോ ബെസ്റ്റ് ഫ്രണ്ട്, നോ പാർട്ടീസ് ഓർ ആൽക്കഹോൾ. ഈസ് ദെയർ എനി ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, റിയൽ ലൈഫിൽ എന്തെങ്കിലും ആവശ്യം വന്നാലേ RDRലെ മറ്റേ ആള് വന്ന് നിന്നെ രക്ഷിക്കൂല. സറൗണ്ടിങ്സിൽ ആള് വേണം. നോ ഫ്രണ്ട്സ്, നോ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നാലേ ഇപ്പൊ ചോര തൊപ്പി എവിടെയെങ്കിലും റോഡിൽ കിടന്നാൽ പോലും 5 മിനിറ്റ് നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ആർപ്പാർ മുരുകൻ വന്ന് വായിക്കാത്ത മെഡിസിൻ എടുത്ത് വെച്ച് തരൂല. അപ്പം ഗെയിമൊക്കെ കളിക്കുന്നതിന്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് മിങ്കിളൊക്കെ ആവണം, കുറച്ച് ഇതൊക്കെ വേണം. അല്ലാതെ ഇതിനകത്ത് മാത്രം കുത്തിയിരുന്നുണ്ടല്ലോ മൂഞ്ചി പോവും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, സിമ്പിളായിട്ടേ പറഞ്ഞു തരാം. അത് ഇപ്പോഴേ ആലോചിച്ചോ. മോനെ, നിന്നെ ഞാൻ പാസ് ചെയ്തു കേട്ടോ. എന്തോ കേട്ടില്ല. നിന്നെ ഞാൻ പാസ് ചെയ്തു. പാസ് ചെയ്തെന്ന് പറഞ്ഞ ആസ് എ ഹസ്ബൻഡ് മെറ്റീരിയൽ. ഓക്കെ, സൂപ്പർ. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ വലിയ രസം ഉണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് തോന്നി. It's all look fake. It's all looks fake until now I'm going off the brake and on the gas for as long as I want. Not moving the steering wheel. There we go. 180 degrees on the spot. Is that cool?
ഇതെങ്ങനെ ഈകളെ എടേ, ആ വീലൊന്നും ചേഞ്ച് ആവുന്നില്ലല്ലോ, അത് റൊട്ടേഷൻ ഒന്നും ആവുന്നില്ലല്ലോ, സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇല്ലേ? എനിക്ക് തോന്നുന്നു ഇത് ജീവാഗനിലെ ഫീച്ചറും എല്ലാം ആയിരിക്കും. മറ്റേ ഓഫ് റോഡ് ഒക്കെ കൊണ്ടുപോകണ വണ്ടിയൊക്കെ അല്ലേ. അപ്പൊ എന്ത് ഇങ്ങനെ എന്ത് മറ്റേ തിരികെ എന്റെ 4x4 ഫീച്ചർ ആണെന്നോ എന്റെ ആളിയ ചന്തമയിര് ഫീച്ചർ ആണത്. Off the brake and on the gas for as long as I want. Not moving the steering wheel. There we go. 180 degrees. യെസ് 4 ഇലക്ട്രിക് മോട്ടോഴ്സ് ഉണ്ടെന്ന്. ന്യൂ ഫീച്ചർ ആണെന്ന് ജീവാഗനില്. എന്റെ ആളിയ വിഷയം ഒരു കാർ ജീവാഗനാ എത്ര രൂപയാണെന്നറിയാവോ? എത്ര? നിനക്ക് ഏതെങ്കിലും കാറിന്റെ വില അറിയാവോ? ഇല്ല. ആ ഞാൻ ഒരു കാര്യം പറയാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 2 കൊല്ലം ലൈവ് ഇട്ടാൽ പോലും അത് പഠിക്കാൻ പറ്റൂല. ആ ഞാൻ നിന്നെ ഡൗൺ ആക്കാൻ പറയണല്ല. ലൈക്ക് ഫേസ് രണ്ടുപേരുടെ സാമ്യമുണ്ട്. പക്ഷെ അർജുൻ അശോക് ശരിയാ, ഒരു അർജുൻ അശോക് ടൈപ്പ് അല്ലേ? ഈഗിൾ ആൻഡ് ബ്രൈറ്റ് ഫോക്സ് നൈസ് പിക്ക്. ബ്രോ ഏകൽ ഇനി തോന്നുന്നു ക്യൂട്ടി ബൈ പോയെന്ന് തോന്നുന്നു കേട്ടാ. ഇല്ല ഞാൻ പോയിട്ടില്ല. ആരോ പയ്യനോ ഫോട്ടോയില് എന്റെ ചെറിയൊരു സാമ്യം ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോ സമ്മതിച്ചു കൊടുത്തേക്കാം. അതെ. അപ്പൊ ഫേസിന് കുറച്ച് വലിപ്പം കൂടിപ്പോയി. പക്ഷെ നിനക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. ഇത്ര നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് മുകളിലോട്ട് നിനക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. ഇബ്രോ സപ്പോർട്ട് ചെയ്യണേ. ഓ എടാ കൊള്ളാടാ, നൈസറാ. ഓ നൈസ്. ആർട്സ് ഓഫ് അഭിനവ്. കൊള്ളാം ബ്രോ. ഗുഡ്. ഹായ് ബ്രോ, നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓ ബേസിൽ പ്രണവ് അല്ലേ? താങ്ക് യു പ്രണവ്. എന്തായാലും ഇത്ര എഫേർട്ട് എടുത്ത് വരച്ചതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഗുഡ് ആഫ്റ്റർനൂൺ ഏട്ടാ. ആർട്ടിസ്റ്റ് പ്രണവ് അനൂപ്. ഇത് ഞാൻ 16 hours എടുത്ത് വരച്ച ഡിജിറ്റൽ പെയിന്റിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഏട്ടാ? അതെവിടെ കിടക്കണത്? ബ്രൈറ്റ് ഫോക്സ് ആ മേളില്. അത് എന്നാ നീ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് ഇടുമ്പോ ആ ഫോട്ടോയും കൂടെ ഒന്നും ഇതായിരുന്നു. അത് നീ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വെച്ചിരിക്കണത് അതാണല്ലേ? എന്നാലും ആ ഫോട്ടോ നിനക്കൊന്ന് കാണിക്കായിരുന്നു നമ്മളെ. ഇതെന്ത് ഇവിടെ കാട്ടിലായിരുന്നു ലൈവ് ഇടണം? ഇതെന്തുവാ? ഇന്റല് അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ പല ആളുകളെയും പോലെ ഇവിടെ വായിത്താണ് ചെയ്യുന്നത്. ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരും. എടി മോളെ, അത് നീ എന്നെ ഉദ്ദേശിച്ചതാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവളെക്കാളും റെഗുലർ ആണ് ഞാൻ ദുബായിൽ നിന്ന് സ്ട്രീം ചെയ്യുമ്പോൾ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, 2-3 മാസം എങ്ങനെയായിരുന്നു അറിയാം. എന്നിട്ട് ഇന്നലെ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ദുബായ് കാലുകുത്തിന്റെ അന്ന് നമ്മൾ സ്ട്രീം. ഇന്ന് 8:45 സ്ട്രീം അല്ല, ഇന്ന് 9:45 സ്ട്രീം. ഇന്ന് നമ്മൾ 9:44 തുടങ്ങി. നീ ആദ്യം ഒരു 2 ദിവസം ലൈവ് വന്ന് സിറ്റിയിൽ ഒരു 5 മിനിറ്റ് ഒരു കോളെങ്കിലും വിളിച്ച് സംസാരിക്കന്നെ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാച്ചിറക്കം ചത്ത് സംശയം വേണ്ട. അവന്റെ തലയില് തേങ്ങയോ ഇടുത്തിയോ അങ്ങനെ എന്തേലും ഉടനെ നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. ഇതെല്ലാരും വെള്ളം കുടിക്കട്ടാ. നന്നായിരിക്കും.
ആർട്ടിസ്റ്റ് പ്രണവ് അനൂപ്. അപ്പൊ ഇവിടെ ഇവന് മെസ്സേജ് അയച്ച സിനിമാക്കാരുടെ എല്ലാവരുടെയും നമ്പർ ഇവന്റെ ഉണ്ട്. ആക്ടർ ജയറാമേട്ടൻ, ആക്ടർ ഡയറക്ടർ ബേസിൽ ജോസഫ്. എടാ മോനെ, എനിക്ക് എല്ലാവരുടെ നമ്പർ ഒന്ന് വാട്സപ്പിൽ ഫോർവേഡ് ചെയ്തേട്ടോ. ഞാൻ എല്ലാവർക്കും ബിഗ് ഫാൻ എന്ന് പറഞ്ഞിരിക്കുക. പണ്ട് മുകേഷ് രാത്രിയിൽ ഒരു ചെറുക്കനെ വിളിച്ച് മുകേഷിന് രാത്രി ഒരു ചെറുക്കൻ വിളിച്ച് ഓർമ്മയുണ്ടോ? ആരാധകനാണ്. സാധനം ഓർമ്മയുണ്ടോ? നിന്റെ ആരാധന വേണ്ട. ആ സാധനം അത് ഞാൻ എത്ര വട്ടം എത്ര മണിക്ക് അതിന്റെ ലാസ്റ്റിലെ ഫോണിന്റെ അടുത്ത് നിൽക്കുന്ന വേറൊരുത്തം പറയണ്ട, അവരോട് വെച്ചിട്ട് പോകാൻ പറയണം. അവന്റെ ജാടം അമ്പടം അത് എവർഗ്രീൻ ഐറ്റമാണ് കേട്ടത്. ഗുഡ് മോർണിംഗ് ജയറാമേട്ട, ആർട്ടിസ്റ്റ് പ്രണവ് അനൂപ്. ഇത് ഞാൻ 11 hours എടുത്ത് വരച്ച ഡിജിറ്റൽ പെയിന്റിംഗ് ആണ്. ഇഷ്ടമായെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കാമോ ജയറാമേട്ട പ്ലീസ്? നന്നായിരിക്കുന്നു. ഗുഡ്. നന്നായിരിക്കുന്നു. ഗുഡ്. നല്ല സത്യം പറഞ്ഞാൽ ഇത്ര ടൈം ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരാളുടെ ഫോട്ടോ വരച്ച് അയച്ചു കൊടുക്കുമ്പോൾ അതിനൊരു റിപ്ലൈ കിട്ടുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആസ് ആൻ ഒരു ആർട്ടിസ്റ്റ് അവർക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും സത്യം പറഞ്ഞ, അല്ലേ? ഇത് ഭയങ്കര അലമ്പാണ് ഗൈസി. വാരിക്കോരി തിരുന്ന ഞാനിപ്പോ ട്രിക്കിയൊക്കെ ഉണ്ടല്ലോ, 24 മണിക്കൂർ തീറ്റിയാണ്. അവരൊന്നും വണ്ണവും വെക്കൂല, ഒന്നും വെക്കൂല. സത്യോടോ ട്രിക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കണേ. നമ്മൾ ഇവിടെ ഡയറ്റ് നോക്കി വെള്ളം ഒഴിച്ച് മൂത്രം ഒഴിച്ച് ഇങ്ങനെ നടക്കും. ഇവന്മാരൊന്നും ചിലവന്മാര് എന്ത് കഴിച്ചാലും വെള്ളം വണ്ണം വെക്കൂല, ഫാറ്റും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഞാനൊക്കെ പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് കൊളസ്ട്രോൾ വരും. എനിക്ക് എന്തൊരു അവസ്ഥയെന്ന് പറയണേ. ഞാൻ ഇപ്പൊ ജിമ്മ് മറ്റേ ബ്രോക്കോളി മറ്റേ ആടങ്ങിരുന്ന് ചാക്കുന്ന പോലെ ബ്രോക്കോളി എന്താന്ന് അറിയാത്ത നിന്നടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറയാലോ ഞാൻ അങ്ങനെയാണ്. എന്റെ അവസ്ഥ ഇപ്പൊ അതാണ്. മറ്റേ ആടും പശു ഒക്കെ തിന്നുന്ന പോലെ പച്ചിലയും തിന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഇരിക്കും. 2-3 ദിവസം കൊണ്ടല്ലേ മോനെ? 2-3 ദിവസം കൊണ്ട്. അതാ ദിവസം മന്തി തിന്നോണ്ടിരുന്ന ഞാൻ. നീ ആടാതൊന്നും പറയല്ലേ, നീ എന്തോരം കിടക്കുന്നു. അതെ സത്യം. നമ്മളിത്തിരി ഇങ്ങനെ കഷ്ടിച്ച് 3 പേര് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. സത്യം. ബ്രോക്കോട അല്ലടാ, ബ്രോക്കോടാ. ஹாய் தம்பி பிரணவ், எப்படி இருக்கீங்க? நான் ஆக்டர் சூரி பேசுகிறேன். நீங்கள் எனக்கு என்னோட படத்தை வரைஞ்சி அனுப்பியிருந்தீங்க, பார்த்து ரொம்ப நல்லா இருந்துச்சு தம்பி, ரொம்ப நல்லா இருந்துச்சு. அது வரைஞ்சிங்களா இல்லை அப்படியே ஃபோட்டோ வச்சு ஆல்டர் பண்ணீங்களான்னு தெரியல. அந்த இது ஆனோடா இது എനിക്ക് അത് ഫീൽ ആവുന്നളിയാ. എനിക്ക് நம்ப முடியாத அளவுக்கு உங்களுடைய ஆர்ட் அப்படி இருந்துச்சு. அப்படி உண்மையாக வரைஞ்சிருந்தீங்கன்னு நம்புகிறேன். வரைஞ்சிருப்பீங்க. அவ்வளவு சிறப்பா இருந்துச்சுங்க தம்பி, ரொம்ப நல்லா இருந்துச்சு, ரொம்ப நல்லா. லவ்யூடா தம்பி, வாழ்த்துக்கள் தம்பி. சரியா? வீட்டுல எல்லாத்தையும் கேட்டதா சொல்லுங்க. சரிடா தம்பி, தேங்க்யூடா தம்பி. അതാ റിപ്ലൈ പോലെ അയച്ചിട്ടില്ലേ ഇവൻ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈവൻ ദോ അവ ഇത്ര അടിപൊളിയായിട്ട് വരച്ചിട്ട് ഒരാള് പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും അല്ലെ വേണ്ടത്ര റീച്ച് കിട്ടിയില്ല. അവൻ ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോ ഇത് എവിടൊക്കെ റീച്ച് ആയി എന്ന് ആലോചിച്ചോ. കക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, നിക്കാനും പഠിക്കണം. വരയ്ക്കാൻ അറിയണമെങ്കിൽ അത് എക്സ്പോഷറിൽ കൊണ്ടുവരാനുള്ള കഴിവും കൂടെ വേണം. മനസ്സിലായോ? അതാണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, നമുക്ക് അവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിസ്റ്റ് പ്രണവ് അനൂപേ, നാളെ നീ ഒരു മറ്റേ എന്റെ ഒരു ഫോട്ടോ വരച്ചിട്ട് കിടില സാധനം, അടിപൊളി വിഷയ സാധനം, അതെ എന്റെ പള്ളി എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഡിയോ ഉണ്ടാക്കി കൊണ്ടയക്കണം കേട്ടാ. മാർക്കറ്റിംഗ് ലെവൽ. സത്യം. GTA 5. Sorry, you will need a parent to buy this game. GTA 6 cash or card sir? സത്യമല്ലേ? 11 വർഷത്തിന് ശേഷമാണ് അടുത്ത ഗെയിം ഇറങ്ങണേ. സത്യമല്ലേ? അന്ന് 18 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ, അന്നൊരു 15 വയസ്സുള്ളവൻ ഇപ്പൊ 26 വയസ്സ്.
നമ്മുടെ പ്രായം അതെ അതെ സത്യം. ഇത് ഈകളെ 27 വരുമോ? എനിക്ക് അല്ലേ എനിക്ക് എത്രയാ, എനിക്കിപ്പോ 27. അപ്പൊ എനിക്ക് എത്രയാണ് 16 വയസ്സുള്ളപ്പോഴാണ് ഈ ഗെയിം ഇറങ്ങണേ. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഈ ഗെയിം ഇറങ്ങുന്നത് പോലും. മനസ്സിലായ? വിഷയം ക്യാഷ് ഓർ കാർഡ്സ് ആയിരുന്നു വിഷയം ബ്രോ. അതിലല്ല സാറേ, ഇതില് നല്ല 1 നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ എന്നെ കൊടുത്ത് വാങ്ങിക്കാൻ. അത് പിന്നെ വേറെ ഏത് വണ്ടി വന്നാലും എനിക്ക് എന്റെ വണ്ടിയോടല്ല ഇഷ്ടം ഉണ്ടാവുള്ളൂ. പച്ചക്ക കൊള്ളായിരുന്നു. നിനക്ക് പണ്ടേ പച്ചയോട് അങ്ങ് ഇഷ്ടമാണ്. നിനക്കങ്ങ് പച്ച കാണുന്നിടത്തെല്ലാം നിനക്കങ്ങ് ഇഷ്ടമാണ്. ഇപ്പോഴും നിന്റെ പച്ചയോടുള്ള ഇഷ്ടമൊന്നും മാറിയിട്ടില്ല. നിന്റെ പച്ചയോടുള്ള ഇഷ്ടം അന്ന കഴിവേറി. എനിക്ക് അതിലെ മെമ്പേഴ്സിന് ഇഷ്ടമല്ല. Personally, I would not let that one side. Personally, I would not let. എടാ അതുണ്ടാ അവന്മാർ തമ്മിലടിക്കോടാ. അവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടോടാ. നമ്മള് ഫസ്റ്റ് ട്രയൽ തന്നെ അടിച്ചല്ലേ? ഗൈസ് നിങ്ങൾക്ക് അറിയാത്തണ്ട ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണാൻ ചെന്നപ്പം എന്റെ അടുത്ത് ഞാനിങ്ങനെ നോർമലൊക്കെ ആയിട്ട് ഹഗ്ഗൊക്കെ തന്നു. ഞാനേ മറ്റൊരു ഇവന്റിന് കാസ്ട്രോയെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ താഴെ നിന്നിങ്ങനെ നാണം കുടുങ്ങി വരയൊക്കെ വരയ്ക്കണ്. കാസ്ട്രോ ചേട്ടാ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവള് ഡൈ ഹാർഡ് KVA ഫാൻ ആയിരുന്നു. എനിക്ക് കാസ്ട്രോ ഇഷ്ടമായിരുന്നു. ഇവള് ഡൈ ഹാർഡ് KVA ഫാൻ ആണ്. പറയാതിരിക്കാൻ വയ്യ. KVA ഇല്ല, KVA മിണ്ടി പോകരുത്. ക്ലാരിറ്റി കുറവാണെന്ന് അറിയാം. എന്നാലും കൊള്ളാം. ഇത്രയാണ് ഞാൻ നോക്കി. നീ നോക്കും 2 ദിവസം കൂടെ ശ്രമിക്ക്, എന്നിട്ട് ഞാൻ കൊണ്ടുപോക്കോളാം. ഇവിടെ തമ്മ പറഞ്ഞ ഞാൻ എന്തൊരു അടിയുണ്ടാന്ന് അറിയാം നിനക്ക്. ഇന്നെ ചെറുപ്പത്തേറ്റം കൊഞ്ചോണ്ട വരുന്നത് ഇതിനൊക്കെ കൊണ്ടുപോക്കോ. നിന്നൊക്കെ കൊഞ്ചിക്കുന്ന ചോറ് വായിച്ചിരിക്കും. ഇതായിരിക്കും കാണിച്ചിരുന്നുണ്ട്. എന്നെ നല്ല സ്നേഹിച്ചോണ്ടിരുന്നോ? നിന്നെയാ കൊഞ്ചിക്കുന്നത്. എന്നതൊക്കെ ആയിരുന്നു. എന്നാ കഴിയുമ്പോ അമ്മേനെ ഞാൻ പോണാ. ഞാൻ അവിടെ കഴിഞ്ഞ് ഇവിടെ പോയിട്ട് അമ്മേനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അതെന്താ മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? വലുതായപ്പോ ആർക്കും വേണ്ട, ചെറുതായിരുന്ന സമയത്ത് ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇതാക്കിക്കോളാം എന്ന് പറഞ്ഞു. അതാണ്. കൊള്ളാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? അണ്ണാ ഗീവ് ഇറ്റ് എ ട്രൈ ആസ് എ ബിഗിനർ. ഇത്രയും കിടിലൻ ആനിമി വേറെ ഇല്ല. That friend who said he never watch anime. Watch it. Just trust us, okay? You were right. എന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാതെ നടക്കൂലടാ. മനസ്സിലായി. My soldier screamer! It's beautiful. Let's stop. ഇത് ഏതാണ് സാധനം? ഏതാണ്? അറ്റാക്ക് ഓൺ ടൈറ്റൻ. എടാ ഞാൻ പറയാം. ഞാന് ഇതൊന്ന് അതിന്റെ പേരത് വൺ പീസ് ഒന്ന് കാണാൻ ട്രൈ ചെയ്ത് എനിക്ക് പറ്റണില്ല ഗൈസ്. എനിക്ക് വൺ പീസ് പെട്ടെന്ന് എനിക്കൊരു ഫസ്റ്റ് വണ്ണായിട്ട് എനിക്കത് ഫീഡ് ആവണില്ല, സത്യം പറയാം. അടുത്ത വന്നേട്ടോ. ആക്ടർ കുഞ്ചാക്കോപൻ പൊളിച്ചു. ആക്ടർ ജയറാമേട്ടൻ എക്സലന്റ്. സൂപ്പർ. ആര്യ എടാ നീ അടുത്ത ദിവസം ഇതായിട്ട് പ്രൂഫ് കാണില്ല. പ്രൂഫ് അല്ലാതെ നടക്കൂല.
തുടക്കത്തിൽ അത് കാണരുത്. അത് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇവിടുത്തെ കുറെ അവന്മാർ എന്നോട് പറഞ്ഞു വന്ന് മറ്റേ ഇത് വൺ പീസ് കാണും എന്ന് പറഞ്ഞ് ഫീഡ് ചെയ്തതാണ്. പ്രോപ്പർ ആനിമി തുടങ്ങാൻ പറ്റിയ ഒരു സാധനം ഏതാണെന്ന് ആരെങ്കിലും എനിക്ക് കുറച്ചൊരു എക്സ്പ്ലനേഷനുള്ള രീതിയിൽ എനിക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും അയച്ചാൽ ഞാൻ വായിച്ചിട്ട് ഞാൻ കണ്ടു തുടങ്ങും. കാണാറുണ്ടോ അനിമി? ആനിമി അവൻ വീട്ടിൽ അച്ഛനെ കണ്ടിട്ട് 10 ദിവസമായി. അപ്പോഴാണ് ഇനി ആനിമി കാണാൻ പോണത്. അവൻ കാണുന്നത് ആകെ നിന്നെയായിരിക്കും. അതെ സത്യം. അവന്റെ ജീവിതത്തിൽ ഉറക്കം എണീക്കുക, എന്റെ കൂടെ വൈകുന്നേരം 6 മണി വരെ ഇരിക്കുക. ഞാൻ ജിമ്മിൽ പോണ സമയത്ത് തിരിച്ചു വരും. പിന്നെ വരുമ്പോ BC-യിലുണ്ടാവും. ഞാനുമായിട്ട് ഇവൻ ഇങ്ങനെ പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ കെട്ടാൻ വരെ പറഞ്ഞേനെ. അങ്ങനത്തെ ഒരു പയ്യനാണ് അവൻ. ആണല്ലേ? PC ഓൺ ആക്കുക, ഗെയിം ഓൺ ആക്കുക, അത് മാത്രമേ ഉള്ളൂ അവന്. വേറെ ഒരു പരിപാടി ഇല്ല അവന്. ഈ മെയ്ബോണും നീയും ബ്രൈറ്റ് ഫോക്സുമായിട്ട് എഗ്രിമെന്റ് ആണോ? അതായത് ഇവളിങ്ങനെ എവിടെയെങ്കിലും പോയി കണ്ടന്റ് ഉണ്ടാക്കണു, വൈകുന്നേരം നീ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോളൂ. നിങ്ങൾ എഗ്രിമെന്റ് വല്ലതാണ്? മാസം നിനക്ക് എത്ര തരുന്നുണ്ടാവുള്ളൂ? അതാണ് എന്റെ ചോദ്യം. എഗ്രിമെന്റ് ഉണ്ടോ നിങ്ങൾ തമ്മില്? എത്ര മാസത്തിന്റെ എഗ്രിമെന്റ്? അതാണ് ആലോചിക്കണേ. ഡാനിഷ് വാഴ അടുത്ത കളിയിൽ ഡാനിഷിനെ ഫസ്റ്റ് ലെവലിൽ കാണരുത്. ഡാനിഷ് ആരാ? ഇതാണോ ഡാനിഷ്? എനിക്കറിഞ്ഞൂടാ. ഫുട്ബോൾ അറിയാത്ത എന്റെ അടുത്ത് ഇത് കൊണ്ടിടലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ നിന്നോടൊക്കെ. ഡാനിഷിനെ ഒന്ന് ഇറക്കാതിരിക്കാൻ പറ്റുമോ? പണ്ട് ആരോയോട് പറഞ്ഞു കേട്ടൊരു കാര്യം ഓർത്താണ്. നേരം 2 വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. പുള്ളിയൊരു വിദേശിയാണെങ്കിലും പറഞ്ഞതിൽ ഒരുപാട് അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നാ മതി ജീവിതത്തില്. ഓക്കെ, വിൻ. ഞാൻ ഗോഡ് ഓഫ് വാർ കളിച്ചിട്ടില്ല, എന്നാൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് വരുമല്ലേ? ഇന്ത്യൻ ആണോ? ഇന്ത്യൻ പ്ലെയർ ആണോ? നാളെ എന്നെ മറ്റേ എയർ ഇങ്ങനെ നിൽക്കും. ഇവിടെ നിലത്ത് കാലം ഇങ്ങനെ നിൽക്കും. ഞാൻ ഇതിൽ നിന്നൊന്ന് റിക്കവർ ആയി വന്നായിരുന്നു കേട്ടോ ഈ ഗെയിമിൽ നിന്ന്. എനിക്ക് പറയാം, എനിക്ക് ഭയങ്കര ഈ ഗെയിമായിട്ട് ഞാൻ ഭയങ്കര ഇതായിപ്പോയി, ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി. ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ആയി വന്നപ്പോ ഈ കഴിവേറി ഉണ്ടല്ലോ, ഇവിടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് അന്നേരം അത് പുതിയത് പ്ലേ സ്റ്റേഷനിൽ കാറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ പ്ലേ സ്റ്റേഷനിൽ മേടിച്ചു കൊടുത്താൽ അതിനകത്ത് ഞാൻ വീണ്ടും ഭ്രാന്തായി. 4 മണിക്കൂർ 5 മണിക്കൂർ രാത്രിയിലൊക്കെ ഉറക്കമില്ലാതെ ഇവക്ക് പോലും കൊടുക്കാറില്ല. പിന്നെ പ്ലേ സ്റ്റേഷനിൽ ഞാൻ കണ്ണൊക്കെ ഒഴിച്ച് മറ്റേ പുലിയെ പ്ലേ സ്റ്റേഷനിൽ 5 മണിക്കൂർ എടുത്തി. 5 മണിക്കൂർ ബ്ലഡ് കുടിക്കുന്ന പുലിയെ നമ്മള് PC-യിൽ ഫസ്റ്റ് ട്രൈ കൊന്നതാണ് അവനെ. 5 മണിക്കൂർ എടുത്ത് ഞാൻ 5 മണിക്കൂർ. ആഹാരം പോലും കഴിക്കുന്ന പ്രാന്തനായിട്ട് അവിടെ ഇരിക്കുവായിരുന്നു. വിചാരിച്ചാണല്ലോ ചുമ്മാ ഗെയിം വാങ്ങിച്ചു. സത്യം ഞാൻ വിചാരിച്ചു. Then homie sees status on his chunk on his birthday. എടാ ഇതെന്താന്നറിയോ? ഫോണിനകത്തുനിന്ന് പെട്ടെന്ന് ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വന്ന് അവനെ കയറി കടിച്ച്. അപ്പൊ അവന് വേദന കൊണ്ട് കരയുന്നതാ. മനസ്സിലായോ നിനക്ക്? കാര്യം മനസ്സിലായോ? പണ്ടാണ് മേളിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ നിനക്ക്? ബർത്ത്ഡേക്ക് നമ്മുടെ കൂട്ടുകാരെ എങ്ങനത്തെ സ്റ്റാറ്റസ് ആയിരിക്കും ഇടുന്നത്? ബുദ്ധിയില്ലാത്തവനെയൊക്കെ തലയില് അല്ലേ അമ്മ?
ലേ അമ്മ മോനെ വയസ്സിന് മൂത്ത ആൾക്കാരുമായിട്ട് അധികം കൂട്ട് വേണ്ട കാര്യം. ഇത് എനിക്കോ എനിക്കോ അത് അയക്കുന്നുണ്ടോ മാമൻ ഗെയിമിങ് തിരിച്ച് സെയിം ഗായ്. മൈ പെൻസിൽ ഡ്രോയിങ് പാട്ടേ ഇല്ല അതിന്. ഇവൻ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും കേട്ടോ. അവര് പാട്ടേ ഇല്ല ഇവര്. ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന അളിയാ. എടാ ഇവന് ഒന്നും പറയാൻ പറ്റില്ലടാ. ഇവന് ഒടുക്കത്ത കഴിവാ. ഇവന് എന്ത് പറഞ്ഞ നമ്മള് കളിയാക്കും. ഇവൻ എന്ത് കഴിവാണല്ലേ. എടാ ഈ മെയ്ബോണ എടാ നിനക്ക് ഇത് തന്നെ പണി. You call us Sangda wife. Did you all ever hear the bangers of our time? ആ പാട്ടിന്റെ ഇത് ചേഞ്ച് ആയത് കണ്ടോ. ആ ഷിഫ്റ്റ് കണ്ടോ. ഷിഫ്റ്റ് നോക്കിയാണേ. സന്ത വൈബ് തന്നെ. എടാ നിനക്കൊന്നും അറിയത്തില്ലടാ. നിനക്കൊന്നും ഈ പാട്ട് എന്താണെന്ന്. തിരിച്ചും ഈ സ്റ്റോറി കണ്ടായിരുന്നോ? ഇല്ല ഇതെന്താ ലോങ് ലോസ്റ്റ് ബ്രദേഴ്സ് യുണൈറ്റ് അഗെയിൻ. എന്താ എടാ ഇവൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ ആരും വിടുന്നില്ല. പ്ലീസ് ദിസ് ചെക്ക് ഇറ്റ് ഔട്ട്. അല്ലെ മിസ്റ്റർ ബീന. ബ്യൂട്ടിഫുൾ സീൻ. ഇത് കിടില സീനടാ. ഇത് സത്യം പറയാലോ എന്റെ അമ്മോ. ഈ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് തിയേറ്ററിൽ ഹിറ്റായിരുന്നു ഗൈസ്. ഈ പടം ഞാൻ OTT കണ്ടത് കേട്ടോ. ഇത് തിയേറ്ററിൽ ഹിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പടം. സത്യം പറയാലോ കിടില സാധനം. ഇത് കണ്ടു നോക്കേ. എറണാകുളം പോണം. വണ്ടിക്കാശ് ഒരു 100 രൂപ തരും. 100 കൊടുക്കാവൻ. എടാ ഇത് ആരടാ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്? അതൊന്ന് ലോക്കൊക്കെ ഇടുവാടാ. ഇതൊന്ന് അതിന്റെ അല്ലേ കറക്റ്റ്. അത് വന്നപ്പോ ആരോ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നു. ഫ്ലോപ്പ് ആണ്. ഈ പടത്തിന് പേര് അഡിയോസ് അമീഗോയോ? അല്ല അഡിയോസ് അമീഗോ എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആസിഫ് അലിയുടെ ക്യാരക്ടറിനെ കാണുമ്പോ ഉണ്ടല്ലോ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിരുന്ന. എടാ നിന്നോടല്ലടാ കടന്ന് മൂളാതക്കും അടിച്ചിരിക്കും. ഡിസ്കോഡിൽ വന്നിരുന്നിട്ട് ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത് മൂളിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ ആസിഫ് അലിയുടെ ക്യാരക്ടറിനെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയാൽ ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. സത്യം പറഞ്ഞ ഫ്ലോപ്പ് ഒന്നും അല്ല, ആവറേജ് ഓടി ഇത്. അതെ അറിഞ്ഞൂടാ. ഒരു ഇന്ത്യൻ ബ്രീഡാണ് രാജപാളയം എന്ന് പറഞ്ഞിട്ട്. ഹണ്ടിങ് ഡോഗ്. രണ്ടെണ്ണം ആര് വന്നാലും പോലും
കള്ളന്മാർ വന്നാൽ പോലും പോയി ചിരിച്ചു കാണിച്ചോണ്ടിരിക്കും. പക്ഷെ എന്റെ വീട്ടിലൊരു ടെറർ ഐറ്റത്തിന് വളർത്തുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ക്യാമറ നോക്കട്ടെ. ഞങ്ങളെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ നമ്മൾ വീട്ടുകാർ തന്നെ അല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ ഇത്ര സ്നേഹം കാണിക്കുന്നതെന്ന്. വഴി കൂടെ ഒരു കള്ളം വന്നാൽ പോലും അവൻ ഇത് തന്നെ കാണിക്കുള്ളൂ, മനസ്സിലായോ? പക്ഷെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമുക്ക് വഴിന്ന് കിട്ടിയ ഒരു നിധി ആ വീട്ടിലുണ്ട് ഇപ്പം. ലക്കി അവൻ ആ കോമ്പൗണ്ടിനകത്ത് ഒരാളെ കേറ്റൂല. അവൻ ഓടിച്ചിട്ട് കടിക്കും. അവൻ ഭയങ്കര ടെററാ. ഞാൻ പ്രതീക്ഷിക്കാതെ വന്നൊരു നിധിയാണ് അവൻ. സത്യം പറഞ്ഞോ, അവൻ അതിന്റെ 7 അയലത്ത് ഒരാളെ കേറ്റത്തില്ല. അവന് ഭയങ്കര ധൈര്യം. അവൻ കടിക്കും. അവൻ വിഷയമാണ്. അവന് രണ്ടുപേർക്ക് ഓൾറെഡി കിട്ടി. ലക്കി ഇച്ചിരി സീനാ. അല്ല വേറെ 2 പയ്യന്മാർക്ക്. ബോയ്സ് കാൺ ഗെറ്റ് സീരിയസ്. FNC timeout 3 ഇത് മറ്റേ കേസ് അടിച്ച മാച്ചാണോ? ആ മാച്ചാണോ ഇത്? എന്താ അത് അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? FNC ജയിച്ച മാച്ചല്ലേ ഈ ടൈം ഔട്ടിൽ? ശരി ഇത് FNC ജയിച്ച മാച്ചാ. കംബാക്ക്. ശരി, ഓർമ്മയുണ്ട് ആ കംബാക്ക്. ലൗഡ് FNCയിലുള്ള കളി. അയ്യോ ഞാൻ പെട്ടെന്ന് അത് വിഷയക്കളിയായിരുന്നു ലൈവില്. സൂപ്പർ ചാറ്റ് ഫസ്റ്റ് എത്ര രൂപയുടെ സൂപ്പർ ചാറ്റ് ഗൈസ് വന്നേക്ക് നോക്കട്ടെ. തുടക്കം നൈസാണ്, പിന്നെ ഉണ്ടല്ലോ ഗൈസ്, പിന്നെ അങ്ങോട്ട് മുന്നോട്ടൊക്കെ അടിപൊളിയായിരിക്കും. തുടക്കം നോക്കട്ടെ, എത്ര നോക്കട്ടെ, സൂപ്പർ ചാറ്റ് നോക്കട്ടെ. ഞാൻ ഓക്കെ, തുടക്കം ബ്രോ എന്റെ നെയിം ചെറുതാണ്, എങ്ങനെ വലുതായിക്കാൻ പറ്റും? അവിടെ ഇന്ന ദിവസം പോയി സീരിയസ്ലി പറയല്ലേ, ഇവനൊക്കെ കണ്ട സൂപ്പർ ചാറ്റ് എന്നെ ചുണ്ണീന്ന് പേരിട്ടാവും ചോദിക്കാൻ എന്റെ നെയിം ചെറുതാണ് എങ്ങനെ വലുതാക്കാൻ പറ്റുമെന്ന്. ഇവനല്ലേ മറ്റേ ബ്രൈറ്റ് ബോക്സിന്റെ ചാനലൊക്കെ വന്ന് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവൻ. നമ്മുടെ നാട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് മരിച്ചുപോയ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ബിഗ്ഗസ്റ്റ് അപ്സെറ്റ് ഇൻ സ്പോർട്സ് ഹിസ്റ്ററി. സ്പോർട്സിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അപ്സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ബസ്റ്റർ ഡഗ്ലസ് മൈക്ക് ടൈസൺ ബോക്സിംഗ് മത്സരമായിരുന്നു. 1990 ഈ മത്സരം ടോക്കിയോ ഡോമിൽ നടക്കുന്ന സമയത്ത് മൈക്ക് ടൈസൺ അൺഡിഫീറ്റഡ് ആയിരുന്നു. അപ്പൊ ഇവര് മത്സരിക്കുമ്പോൾ 7ാമത്തെ റൗണ്ടിൽ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ മൈക്ക് ടൈസന്റെ ഒരു റൈറ്റ് അപ്പർ കട്ടിലൂടെ ഈ ബസ്റ്റർ ഡഗ്ലസ് താഴേക്ക് പോവാണ്. ആ സമയത്തുള്ള ബെറ്റിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 99 മൈക്ക് ടൈസണും 1% ഓഫ് കോഴ്സ് ബസ്റ്റർ ഡഗ്ലസും. അങ്ങനെ ഇയാൾ വീട് കിടക്കാണ്. അങ്ങനെ മൈക്ക് ടൈസൺ അടിച്ച് വീണ ഒരു പ്ലെയർ ആ ചരിത്രത്തിൽ അന്ന് വരെ എണീറ്റ് നിന്നിട്ടില്ല. അന്ന് വരെ. കാരണം ഈ മത്സരം തീരുമാനിച്ച സമയത്ത് ബസ്റ്റർ ഡഗ്ലസിന്റെ അമ്മ എന്റെ മോനെ മൈക്ക് ടൈസൺ അടിച്ചിടുന്നു എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടന്ന ഒരു സംഭവം പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷെ ആ മത്സരത്തിന്റെ 2 ദിവസം മുമ്പാണ് ഒരമ്മ മരണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വളർത്തി ഈ ബസ്റ്റർ ഡഗ്ലസിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് ഈ ഒരു നിലയിലൊക്കെ എത്തിച്ചില്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ശക്തി ആയിരിക്കണം ചരിത്രത്തെ മാറ്റി മറിച്ചുകൊണ്ട് ബസ്റ്റർ ഡഗ്ലസ് അവിടെ നിന്ന് എഴുന്നേക്കാണ്. ആ ലോകം കംപ്ലീറ്റ് നെട്ടിപ്പോയി. ബെറ്റ് 99 വണ്ണിൽ നിന്ന് 50-50 മാറുകയും ചെയ്തു. പക്ഷെ 7ാം റൗണ്ട് കഴിഞ്ഞ് 10ാം റൗണ്ട് എത്തിയപ്പോൾ ബസ്റ്റർ ഡഗ്ലസ് അമ്മക്ക് കൊടുത്ത വാക്കാണോ എന്നറിയില്ല, മൈക്ക് ടൈസനെ ആദ്യമായിട്ട് നിലത്തേക്ക് അടിച്ചിട്ടാണ്. 10ാമത്തെ റൗണ്ടിൽ ബസ്റ്റർ ഡഗ്ലസ് അടിച്ച അടിയിൽ വീണ മൈക്ക് ടൈസൺ പിന്നീട് അടിയിട്ടിട്ടില്ല. അങ്ങനെ മൈക്ക് ടൈസൺ അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ തോൽവി രുചിക്കുകയാണ്. അതിന് നമ്മുടെ അമ്മയുടെ സ്നേഹവും ശക്തിയും ഒക്കെ ഇതിൽ മറക്കാൻ പറ്റില്ല പറയാം. എന്റെ അമ്മോ, മൈക്ക് ടൈസൺ ഫസ്റ്റ് ടൈം ഡിഫീറ്റ് ചെയ്തു എന്നല്ലേ എന്റെ ആളിയ. എനിക്ക് അങ്ങനെ ഒരു സ്റ്റോറി അറിയത്തില്ലായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് അറിയണത്. നിങ്ങൾക്കൊക്കെ അറിയായിരുന്നത്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് അറിയണത്. എനിക്കറിയില്ലായിരുന്നു.
How my brain record my life. Good memories. Cringe memories. 8K Ultra HD. സത്യം. അല്ല അത് ഓരോരുത്തരുടെ വെച്ചിട്ടേ എനിക്ക് നല്ല നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ പോലെ എന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഗുഡ് മെമ്മറീസ് ഇതിനകത്ത് 144p എന്നാണ് എഴുതിയേക്കുന്നത്. ക്രിഞ്ച് മെമ്മറീസ് 8K Ultra HD. മോന്റെ എങ്ങനെയാ? എന്റെ എങ്ങനെ ഇതല്ല ഇത് മാറ്റമുണ്ട്. അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന സാധനമാണ്. അതിൽ പേഴ്സണോ? അതെ ശരിയാക്കാടാ. ഹായ് പപ്പ. എന്താ അത്? എടാ അത് നൂത്ത് വെക്കുമ്പോ വ്യൂ വൈഡർ ആവൂ. ടാബ് അല്ലടാ, എനിക്കത് മതിയായിരുന്നു. അതെന്ത് ഫോണത്? സാംസങ് ഇല്ലേ? സാംസങ്ങോ? ഏത് സാംസങ്? സഞ്ജു സാംസന്റെയോ? സഞ്ജു സാംസന്റെ ഫോണാണോ അത്? നീ ഒന്ന് വിളിച്ചു ചോദിച്ചു. നിന്റെ റിലേറ്റീവ് എന്തല്ലേ പുള്ളിയുടെ ആണ്? ആ സാംസന്റെ ആണോ മറ്റേ സാംസന്റെ ആണോ എന്ന് ചോദിച്ചു നോക്ക്. സാംസങ്ങോ? എടാ സാംസന്റെ ഫോണല്ലേ എന്നത്? ഏത് സാംസങ്? ഇത് സാംസങ് ഒന്നുമല്ല, ഹുവായി ആണെന്ന് അവര് പറയണേ. അല്ല സാംസങ്ങിന്റെ വൈഡ്രാഗൺ കിട്ടും. സ്നാപ്ഡ്രാഗൺ ഏജന്റ് പ്രോസസർ ഉണ്ട്, 4500 mAh ഉണ്ട്. 2021 ബെസ്റ്റ് ഗെയിം ഓഫ് ദി ഇയർ ആണ്. നെക്സ്റ്റ് ഗെയിം ഇത് കളിക്കും. ഇറ്റ് വിൽ ബി ഫൺ. ഇത് കളിച്ചാൽ അണ്ണനെ എനിക്കൊരു ഉമ്മ തരും ഉറപ്പാ. ഇറ്റ് ടേക്സ് ടു ആണോ നമ്മൾ പകുതി വെച്ച് നിർത്തിയത്? ഞാനും ജോക്കിയും കൂടെ വേ ഔട്ട്. ഇത് രണ്ടും വരുന്ന സാധനമാണോ? ഇത് അതേപോലെ അതേ സെയിം മെത്തേഡ് ഗെയിം. രണ്ട് മറ്റേ സ്പ്ലിറ്റ് എങ്ങനെയാണ് ഇതൊന്ന് എന്ത് മൾട്ടിപ്ലെയർ? രണ്ടുപേര് അപ്പുറത്തെ വേണ്ട മോളെ, വേണ്ട. എന്താണ് ഇത്? കണ്ടോ, നല്ലായിരിക്കും. പറയടാ. ഈ സുനിമോനെ അവിടെ നിന്ന് എഡിറ്റ് ചെയ്തോണ്ടിരുന്ന സാംസങ് എന്തോ കണ്ടപ്പോ ഓടിപ്പറച്ച് വന്ന് പ്രൊമോഷൻ വന്നേനെ. പോയിട്ട് ഇതും ഇത് നമ്മൾ കളിച്ചോ? എനിക്ക് ഓർമ്മയില്ല. ഇത് നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ്? അറിഞ്ഞൂടാ, നോക്കട്ടെ. സീരിയസ് ആയിട്ടാണോ? ഇത് ഏതോ നല്ല ഫോണിൽ എടുത്തിട്ട് എനിക്ക് ഇത് ഫിൽറ്റർ എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ വേറൊരു കാര്യം പറയാം. ഇതുപോലത്തെ ഫോണൊക്കെ അന്ന് മേടിക്കാൻ ആഗ്രഹിച്ചതിന്റെ അത്ര ഒരാഗ്രഹവും ഉണ്ടായിട്ടില്ല 16 Pro Maxും 15 Pro Maxും ഒന്നും എടുക്കാൻ. നോക്കിയുടെ എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു നോക്കിയുടെ മറ്റേ ഇത് വൈറ്റ് ആൻഡ് റെഡ് കളർ ഏതായിരുന്നു ഗൈസ്? ഒരു വൈറ്റ് ആൻഡ് റെഡ് കളറല്ലേ? എടാ നിന്റെ അടുത്ത് അല്ലടാ, ഒന്നും മിണ്ടായിരടാ, അറിയത്തില്ലെങ്കിൽ രഘുലേ. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ ഒരു സാധനം ഉണ്ടല്ലോ, എന്തുവായിരുന്നു അതിന്റെ പേര്? അത് എക്സ്പ്രസ് മ്യൂസിക് തന്നെയല്ലേ അത്? അത് നോക്കിയുടെ എക്സ്പ്രസ് മ്യൂസിക് അല്ലേ അത്? ആണെന്ന് തോന്നുന്നു. അത് സോണി ആണോ? എന്റെ ആ സമയത്ത് ആ ഡ്രീം ഫോൺ ആയിരുന്നു അത്. ഡ്രീം. എങ്ങനെ അഡിക്റ്റ് ആയ ഫോണിന്? എന്ത് റീസൺ? അടുത്ത വീഡിയോയിലോട്ട് പോവാം. Others going to school / college. ഞാൻ ഇതിലൊരാളായിരുന്നടാ. പറയാൻ മടിയൊന്നുമില്ല. ഞാൻ KSRTC ബസ്സിലും മറ്റേ പ്രൈവറ്റ് ബസ്സിലും ഓരോ കൺസ്ട്രക്ഷനിലും പൊക്കോണ്ടിരുന്ന ആളാണ് ഞാൻ. സത്യം പറയാൻ കൊലവണ്ടി തൂങ്ങി കോളേജിൽ പോയ കാലമാണ്. സത്യല്ലേ?
പക്ഷെ അത് വേറൊരു വൈബായിരുന്നു. നിങ്ങൾക്കറിയോ മറ്റേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ നിൽക്കുമെന്ന് അറിയത്തില്ല. നമ്മള് മറ്റേ ഡോറിന്റെ അവിടെ വന്ന് ഡോറ് തുറന്നു കൊടുക്കാൻ നിൽക്കുന്നു, അടയ്ക്കാൻ നിൽക്കുന്നു, തുറന്നു കൊടുക്കാൻ നിൽക്കുന്നു. അപ്പൊ നമ്മൾ മറ്റേ ഭയങ്കര വെയിറ്റ് ആണ് ആ സമയത്ത്. അതൊക്കെ ഭയങ്കര 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 മറ്റേ ഹെവി ആൾക്കാർ മറ്റേ ആ ചേട്ടന്മാരൊക്കെ ഡോറൊക്കെ തുറന്ന് ചവിട്ടി തുറന്നു കൊടുക്കുന്നു, അടയ്ക്കുന്നു, നമ്മൾ കിളിയായിട്ട് നിൽക്കുന്നു. അത് ആ സമയത്ത് ഭയങ്കര സംഭവമായിരുന്നു അതൊക്കെ. ഇപ്പോഴും ഉണ്ട് ആണല്ലേ? ഇപ്പോഴുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഈ ഡീമൻ വൺ ഭയങ്കരമായിട്ട് നെർഫ്ഡ് ആയടാ. അത് അവന്റെ ഗെയിം പോയി പഴയത് വെച്ച് നോക്കുവാണെങ്കിൽ. അതെവിടെ പോയാ? എടാ ഒന്ന് മിണ്ടായിരിക്കടാ രഘുലേ, പ്ലീസ് എടാ. ഓ ശരി. ഇവന്റെ എന്ത് ഗെയിമായിരുന്നു അറിയോ? ഒരു സമയത്ത് ഇവനെ സ്ക്രീം ഇവരൊക്കെ ദൈവങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരെയൊക്കെ. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ചോക്ഡായി. ഇപ്പൊ ഭയങ്കരമായിട്ട് ചോക്ഡായി. അടിച്ചതാണ്ട് തലേന് മാത്രം തന്നെ മയിര്. നീ പ്രോ ലീഗ് ഏതെങ്കിലും കാണുമോ ഈ ഗെയിം കളിക്കുന്നല്ല? നിനക്ക് ഒരു 5 പ്രോ ലീഗ് ടീംസിന്റെ പേരറിയോ വാലോറന്റിലെ? ഇങ്ങനെ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതോടെ നോക്കിയിട്ട് അറിയാം. പെട്ടെന്ന് വിഷമൊക്കെ പോയി കേട്ടാ. പെട്ടെന്ന് വിഷമൊക്കെ പോയി. അപ്പൊ നമുക്ക് ഇത്രയും നോക്കി നിർത്താം ഗൈസ്. അപ്പൊ നമുക്ക് RDR കടക്കാം.